ഒരു കാറ് 5 മണിക്കൂർ കൊണ്ട് ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ചു. ഒരു കാറ് അതിൻ്റെ വേഗത മണിക്കൂറിൽ 48 കിലോമീറ്റർ കൊണ്ട് ഒരു നിശ്ചിത ദൂരം 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു തീർന്നു. എന്നാൽ ആ കാറ് സഞ്ചരിക്കാൻ 2 മണിക്കൂർ സമയമാണ് എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ശരാശരി വേഗതയിൽ വന്ന മാറ്റം എത്രയായിരിക്കും? അപ്പം 5 മണിക്കൂർ കൊണ്ട് നിശ്ചിത ഒരു ദൂരം സഞ്ചരിച്ചു. അതേ ദൂരം 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ വേഗതയിൽ വന്ന മാറ്റം എത്ര? നമുക്കറിയാം, ഇവിടെ ഒന്നാമത്തെ കേസിൽ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 48 കിലോമീറ്റർ. അത് സഞ്ചരിക്കാനെടുത്ത സമയം 5 മണിക്കൂർ. ഇവിടെ ദൂരമാണ് കാണേണ്ടത്. അപ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്ന 2 കേസിലും ഒരേ ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേഗത ആണ് ചോദ്യത്തിൽ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി വേഗത കാണാൻ സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിച്ച സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സഞ്ചരിച്ച ദൂരം, ആദ്യത്തെ കേസിൽ സഞ്ചരിച്ച ദൂരം തന്നിട്ടില്ല. സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അതേ ദൂരം സഞ്ചരിച്ച വാഹനത്തിന് 2 മണിക്കൂർ കൊണ്ട് അത് അത്രയും ദൂരം സഞ്ചരിക്കാൻ എടുത്തുവെങ്കിൽ അതിൻ്റെ വേഗതയിൽ വന്ന മാറ്റം എത്ര? അപ്പോൾ വേഗത 48 km/h, സമയം 5 മണിക്കൂർ, ദൂരം. ഇതിൽ നിന്നും വേഗത കാണാൻ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ദൂരം കണ്ടുപിടിക്കാൻ വേഗത ഇൻറ്റു സമയം ഇസ് ഈക്വൽ ടു ദൂരം. വേഗത ഇൻറ്റു സമയം ഇസ് ഈക്വൽ ടു ദൂരം. വേഗത ഇൻറ്റു സമയം ഈക്വൽ ടു ദൂരം. ഇവിടെ വേഗത എന്ന് പറയുന്നത് 48 km/h ആണ്. എടുത്ത സമയം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. അപ്പോൾ 48നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 240 കിലോമീറ്ററാണ് ആ കാർ സഞ്ചരിച്ച ദൂരം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ അതിൻ്റെ ശരാശരി വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെടുത്ത സമയം 2 3 2 മിശ്രസംഖ്യയെ ഭിന്നസംഖ്യയാക്കുമ്പോൾ 2 × 3 6 അധികം 2 8 ഡിവൈഡഡ് ബൈ 3. 2 × 3 അധികം 2 8, 6 × 2 8, ഛേദം അതുപോലെ എഴുതണം. 8 ഡിവൈഡഡ് ബൈ 3. ദൂരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൂരം 240 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ വേഗത എത്രയെന്നാണ് ചോദിക്കുന്നത്. വേഗത കാണാൻ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ദൂരം കണ്ടുപിടിച്ചിട്ടുണ്ട് 240 കിലോമീറ്റർ. രണ്ടാമത്തെ കേസിൽ സമയം എന്ന് പറയുന്നത് 8/3. 240 ഡിവൈഡഡ് ബൈ 8/3 സമം ഭിന്നസംഖ്യയെ ഹരിക്കാൻ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുകയാണെങ്കിലോ
അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയെ ഹരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ രണ്ടും ഭിന്നസംഖ്യയാണെങ്കിലും അതിനെ ഹരിക്കാൻ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 240 ഗുണം 3 മുകളിൽ പോയി 8 താഴെ വന്നു. 240-നെ 3 × 8 = 24, ഒരു 0 കൊണ്ട് 300. 30 ഗുണം 3 90 km/h. അപ്പോൾ ഈ കാറ് രണ്ടാമത് 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് 90 km/h.